ഹിന്ദി ക്ലാസ്സിലേക്ക് ടീച്ചർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന കവിതയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഈ കവിത കിസ്കി രചന ഹേ? രാജേഷ് ജോഷി. രാജേഷ് ജോഷി എഴുതിയ കവിതയാണ്. ബച്ചേ കാം പർ ജാ രഹേ ഹേ രാജേഷ് ജോഷി की कविता है. बड़े सवेरे काम पर जाने वाले बच्चों को देखकर कवि पूछ रहे कि बच्चे क्यों काम पर जा रहे हैं? क्या सारे गेंदे अंतरिक्ष में गिर गए, या क्या सारे रंग बिरंगे किताबें दीमकों ने खा लिया? सारे मदरसों की इमारतें क्या किसी भूकंप में ढह गई हैं? सारे खिलौने क्या काले पहाड़ के नीचे दब गए हैं? क्या सारे मैदान, सारे बगीचे और घरों के आंगन खत्म हो गए हैं? इन प्रश्नों के माध्यम से कवि यह बताना चाहते हैं कि बचपन खिलौनों से खेलने और स्कूल में पढ़ाई करने का समय है. ऐसे समय में बच्चों का काम पर जाना भयानक समस्या है. गरीबी से बचने के लिए बच्चों को काम पर जाना पड़ता है. अशिक्षित माँ बाप भी इसका कारण हो सकता है. രാജേഷ് ജോഷിയുടെ കവിതയാണ് ബച്ചേ കാം പർ ജാ രഹേ ഹേ. മൂടൽമഞ്ഞ് മൂടിയ വഴിയിലൂടെ അതിരാവിലെ കുട്ടികൾ ജോലിക്കായി പോകുന്നത് കണ്ടിട്ട് കവിയുടെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ വന്നു. എന്തിനാണ് കുട്ടികൾ അതിരാവിലെ ജോലിക്കായി പോകുന്നത്? എല്ലാ പന്തുകളും എന്താ അന്തരീക്ഷത്തിൽ വീണുപോയോ? എല്ലാ വർണ്ണപ്പകിട്ടാർന്ന പുസ്തകങ്ങളും എന്താ ചിതലരിച്ചോ? എല്ലാ കളിപ്പാട്ടങ്ങളും എന്താ കറുത്ത മലയുടെ അടിയിൽ അമർന്നു പോയോ? മുഴുവൻ പാഠശാലകളുടെ കെട്ടിടങ്ങളും എന്താ എന്തെങ്കിലും ഭൂകമ്പത്തിൽ ഇടിഞ്ഞു പോയിരിക്കുന്നോ? എല്ലാ മൈതാനവും ഉദ്യാനങ്ങളും വീട്ടുമുറ്റങ്ങളും എല്ലാം നശിച്ചു പോയോ? ഈ ഭൂമിയിൽ ഇനി ബാക്കിയൊന്നും ഇല്ലേ? കുട്ടികൾ അവരുടെ കളിയും പഠനവും ഉപേക്ഷിച്ച് അതിരാവിലെ ജോലിക്ക് പോകാനുള്ള കാരണം അവരുടെ വീട്ടിലെ ദാരിദ്ര്യം തന്നെയാണ്. ചെറുപ്രായത്തിൽ തന്നെ അവരുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ഏറ്റെടുക്കേണ്ടതായി വരുന്നു. മാതാപിതാക്കളുടെ അറിവില്ലായ്മ കൊണ്ടും കുട്ടികൾക്ക് അവരുടെ പഠനം ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. ബാലശ്രം കാനൂൻ കെ വിരുദ്ധ ഹേ, ഇസ്കെ വിരുദ്ധ ആവാസ് ഉഠാന ഹർ നാഗരിക് കാ ദായിത്വ ഹേ. ബാലവേല നിയമവിരുദ്ധമാണ്. ഇതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഈ കവിതയിലെ സാരാംശം പഠിച്ചു കഴിഞ്ഞാൽ ഈ കവിതയിൽ നിന്ന് ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാം. കവിത നൽകിയിട്ട് കവിതയുടെ ആശയം ചോദിക്കും. കവിയെക്കുറിച്ച് എഴുതിയതിനു ശേഷം കവിതയുടെ ആശയം എഴുതുക. ഈ കവിതയിൽ നിന്നും ഒരു പോസ്റ്റർ പ്രതീക്ഷിക്കാം. ബാലശ്രമിന് എതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ബാലശ്രം കാനൂനി अपराध है. बालश्रम रोको, बच्चों को पढ़ने का अवसर दो, उसका बचपन नष्ट न करो.